ഇനി പറയുന്നത് ഞാൻ പറഞ്ഞതല്ല, അമ്മ പറഞ്ഞതാ. മോഹനേട്ടനും ഇവരും തമ്മിൽ എത്ര നാളായിട്ട് വഴക്കാ? ഇവര് രണ്ടും രണ്ട് റൂമിലാണ് കിടക്കുന്നത്. പിന്നെ ഇവരെങ്ങനെ പ്രഗ്നന്റ് ആയി? മറുപടി പറ. ഇതൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കെന്താ? എന്നെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരെയും നിങ്ങൾ ബോധ്യപ്പെടുത്തണം. പോലീസ് വന്നാ അവരെയും ബോധ്യപ്പെടുത്തണം. മോഹനേട്ടന് തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ നിങ്ങളും അമ്പിളി ഒരുമിച്ച് കറങ്ങുന്നത്. കറക്കം കൂടിക്കൂടി ഈ അവസ്ഥയിലെത്തിയല്ലേ? ഇത് മോഹനേട്ടൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ വെറും വാക്ക് തർക്കമല്ല, കുഞ്ഞിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കം. ആവണി, ഞാൻ ഇറങ്ങി. ശരിയടാ. നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല. ആവണി, ഇന്ന് 5 പറഞ്ഞതും അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ വക്കീല് പറഞ്ഞതും ഒരേ കാര്യമാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആവണി. ഞാനൊരു ബിസിനസ് ചെയ്യാനായിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പക്ഷെ ഇനി വേണ്ട, ഞാനിവിടെ നിന്നാ നിന്റെ ജീവിതം കൂടി സ്പോയിലാവും. ഒരു കാര്യം തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലുമൊക്കെ അത് വിശ്വസിക്കും, പിന്നെ അത് പ്രശ്നമാവും. നീ യാത്ര പറയാൻ വന്നല്ലേ? അമ്പിളി വന്നാ? മോളെ, ഇനി നമ്മൾ പരാതി കൊടുക്കാൻ വൈകിയ ശരിയാകില്ല. പരാതി കൊടുക്കാമോ? നിന്നോട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാ വന്നത്. അഞ്ജു സംസാരിക്കുന്നത് കുറച്ചൊക്കെ ഞാനും കേട്ടു. നീ അത് കാര്യാക്കണ്ട കേട്ടോ. നിന്നോടും കൂടിയാ പറഞ്ഞത്. നമുക്ക് മോഹനെ കണ്ടുപിടിക്കണം. പിന്നെ ഇവരൊക്കെ ഈ പറയണ പോലെ ഒരു കടുങ്കൈ ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പാ. നീ വേഗം റെഡിയായി വാ, നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം. ഞാൻ താഴേക്ക് വരാമോ? ശരി മോളെ. ഞാനൊരു പ്രശ്നത്തിലാണ്. എൻ്റെ ഉറ്റ സുഹൃത്തെന്ന് പറയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. സ്ത്രീ സ്വന്തം ഹസ്ബൻഡ് അറിയാതെ അന്യപുരുഷനെ കൂട്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നാൽ അത് എന്തിനാന്നൊക്കെ എനിക്കും അറിയാൻ സുധേ. എന്തിനാ? അവർക്ക് പറ്റിയ തെറ്റ് ആരും അറിയാതെ ഇല്ലാതാക്കാൻ. അല്ല എന്തിനാ? മോഹനേട്ടന് തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ നിങ്ങളും അമ്പിളി ഒരുമിച്ച് കറങ്ങുന്നത്. കറക്കം കൂടിക്കൂടി ഈ അവസ്ഥയിലെത്തിയല്ലേ? നിന്റെ കൂടെ ഇവിടെ എല്ലാവരും ഉണ്ടാവും, ഞാൻ വേണ്ട.
അതെ മോളി, രാത്രി മുതൽ കാണാനില്ല. ആ, അന്വേഷിച്ചു. പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും അന്വേഷിച്ചു. കൂട്ടുകാരെയൊക്കെ വിളിച്ചു. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ, കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആ, എന്നാ ശരി. ശരി മോളി, ഓക്കെ. മോളിയാ വിളിച്ചേ. ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എൻ്റെ കോള് കണ്ട് തിരിച്ചു വിളിച്ചതാ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒഫീഷ്യൽ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ പോരെ? മതി, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് മതി. ആവണി, കംപ്ലൈൻറ്റ് ചെയ്തില്ലെന്ന് വിചാരിച്ച് നീ വിഷമിക്കുമൊന്നും വേണ്ട. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്താൽ എങ്ങനെ അന്വേഷിക്കുമോ അതുപോലെ തന്നെ അവരന്വേഷിക്കും. മോളി വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇവരെല്ലാം ഫ്രണ്ട്സ് അല്ലേ? ഒത്തുചേർന്ന് എന്തോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ നീ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞേ? മാളുവിനെ കാണാതായപ്പോ മോളി എല്ലാ സഹായം ചെയ്തു തന്നില്ലേ? അത് കംപ്ലൈന്റ് കൊടുത്തിട്ടാണോ അവൾ ചെയ്തത്? വിളിച്ച് പറഞ്ഞ് പേഴ്സണൽ ലെവലിൽ അവൾ അന്വേഷിച്ചില്ലേ? ആ, അതന്വേഷിച്ച്. ആ ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അത് മുതലെടുക്കല്ലേ എന്നാണ് എന്റെ ഒരു സംശയം. ഒരു സാധാരണക്കാരന് തോന്നുന്ന സംശയം ഞാൻ ചോദിച്ചുള്ളൂ. എന്നാ കേസ് ഫയൽ ചെയ്യാൻ ചേച്ചി, അവളുടെ സംശയം അങ്ങ് തീരട്ടെ. വേണ്ട, കുറച്ചു നേരം കൂടെ നോക്കാം, എന്നിട്ട് മതി കേസ് കൊടുക്കല്. മോളി സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ആ, പറഞ്ഞിട്ടുണ്ട്. മോളിയുടെ കാര്യത്തില് എനിക്ക് നല്ല വിശ്വാസമാണ്. അമ്മ ഒരു പാവായോണ്ട് എല്ലാം വിശ്വസിക്കും. എന്താ നിന്റെ പ്രശ്നം അഞ്ജു? മോഹനെ കൊന്നു കുഴിച്ചു മൂടിയൊന്ന് വരുത്തി തീർക്കണോ? അതോ ഇങ്ങനൊരു കുറ്റം ഞങ്ങളുടെ മണ്ടയ്ക്ക് നിനക്ക് ചാത്തി തരണോ? ഓ, എനിക്കൊന്നും വേണ്ടായേ. മോഹനേട്ടൻ ജീവനോടെ തിരിച്ചു വന്നാ മതി. ആവണി, നീ വന്നേ. ഇവിടെ നിന്നാ ഞാൻ വരും പറഞ്ഞു പോകും. വാ. അഴി എണ്ണാറായി എല്ലാരും. നിങ്ങളും സൂക്ഷിച്ചോ. നീയും സൂക്ഷിച്ചോ. ഞാനെന്തേലും പറഞ്ഞാൽ ഉടനെ അത് കുഴപ്പം. ഞാനെന്തേലും പറയുന്നത് മോഹനായിട്ട് നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. അതിന്റെ സാധ്യതകളാ. നീ തൽക്കാലം ഒരു സാധ്യത പറയാൻ നിൽക്കണ്ട. നിങ്ങൾ ഇങ്ങനെ ഒരു പാവത്താനായിപ്പോയല്ലോ. നിങ്ങളുടെ ഏട്ടത്തിയും കൂട്ടുകാരും ചേർന്ന് നിങ്ങളെയും നിങ്ങളുടെ അമ്മയെ പറ്റിക്കുക. അമ്മ. അഞ്ജു, പ്രകാശ, ഞാൻ ഈ പറയുന്നത് നമ്മൾ 3 പേരും അല്ലാതെ വേറൊരാളറിയരുത്, ആവണി പോലും. ഇല്ലമ്മ, അമ്മ പറഞ്ഞോ? അമ്മയ്ക്കും സംശയം തോന്നി തുടങ്ങിയോ? അതല്ല അഞ്ജു, നീ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു കിടക്കുന്നതൊക്കെ എന്റെ മോനെ കുറിച്ചല്ലേ? അവനെ ഇല്ലാണ്ടാക്കി, എന്തൊക്കെയോ സംഭവിച്ചു. നീ ഒരമ്മയല്ലേ? സ്വന്തം കുഞ്ഞിനെ കാണണ്ടായ നീ എന്തുമാത്രം വിഷമിക്കും? ആ വിഷമം തന്നെയല്ലേ ഞാനും അനുഭവിക്കുന്നത്. എന്നെ സമാധാനിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല അഞ്ജു. അറ്റ്ലീസ്റ്റ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരുന്നൂടെ? ഞാൻ പറയണത് വല്ലോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മ. ഞാനിത് അവളോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നു അമ്മ. അഞ്ജു, ഇതൊരു ഭീഷണിയോ പേടിപ്പിക്കലോ ഒന്നുമല്ല. പക്ഷെ ഇനി നീ ഇതുപോലെ എന്തെങ്കിലും പറയണ ഞാൻ കേട്ടാ ചിലപ്പോ ഞാൻ നിന്നെ തല്ലിപ്പോവും. നീ ചിലപ്പോ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയേക്കും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പ്രകാശ, നിന്റെ ഭാര്യയ്ക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലേ? എന്നാ ശരി അഞ്ജു, പറഞ്ഞത് മറക്കണ്ട. കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഒന്നും ചുമ്മാ തല്ലുന്നൊക്കെ പറഞ്ഞ തല്ലി നോക്കട്ടെ, അപ്പ അറിയാം ഞാൻ ആരാന്ന്.
കാര്യം നിങ്ങളുടെ അമ്മയ്ക്കാണ്. പക്ഷെ എന്നെ പറ്റി വലിയ ധാരണയില്ലാത്തോണ്ടാ. ശരീരത്ത് തൊട്ട വയസ്സുകാലത്ത് അടിയാണ്. ആ ശരി മോളി, ഞാൻ പറഞ്ഞേക്കാം. ആ ശരി. മോളിയാ വിളിച്ചേ, ഒഫീഷ്യലായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടോ ചേച്ചി? ഏയ് പ്രശ്നമൊന്നുമില്ല. അവൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കൊടുത്താലോ? ഇപ്പൊ പോവാ. വാസുദ പോകാം. അല്ല, ഈ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഇനി ആ സ്റ്റേഷനിലൊക്കെ വന്ന് ബുദ്ധിമുട്ടണോ? നമുക്ക് പോയി കൊടുത്ത പോരെ? അത് പോരെ അമ്മേ, ഞാൻ കൂടെ പോവാ. ഞാനിവിടെ വരാം പ്രകാശ, നമുക്ക് ഒന്നിച്ചു പോവാം. അമ്മ വെക്കോ, അച്ഛമ്മയുടെ ഞങ്ങളില്ലേ? എന്നാ ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി ശരി മോളെ. അവനൊന്നും പറ്റിക്കാണൂല അല്ലേ? ഇല്ല അച്ഛമ്മ, ടെൻഷൻ അടിക്കല്ലേ, അച്ഛൻ വരും. എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെയായിരുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ആക്സിഡൻ്റ് ആണ്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, ഇപ്പം വരും, അങ്ങനെ പല കള്ളങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞേ. എൻ്റെ ബാലേട്ടൻ വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാ. പക്ഷെ വന്നത് എൻ്റെ ബാലേട്ടൻ്റെ എനിക്ക് പേടിയാവുന്നു മക്കളെ. അച്ഛമ്മ എന്താ അച്ഛമ്മ? വാ അകത്തിരിക്കാം, വാ സൂക്ഷ. അമ്മ എന്താ അച്ഛമ്മയ്ക്ക് വയ്യ, ഇനിയിപ്പോ ഞാനെന്ത് വേണോ? കുറച്ച് ചൂടുവെള്ളം കൊടുക്കാൻ. അരെ വായിന്ന് വരുന്ന അതൊന്നും അല്ലല്ലോ, വേണേ പോയി ചൂടാക്കി കുടിക്കാൻ പറ. തീരെ വയ്യ അമ്മ. എനിക്കും തീരെ വയ്യ. എന്നെ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നീ വെള്ളം ചൂടാക്കി കൊടുക്കാം. ഇതൊക്കെ കണ്ടാ മക്കള് പഠിക്കുന്നത്. അമ്മ വയ്യാതെ അടുക്കുമ്പോ ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. ഇതെന്തൊരു സ്വഭാവമാണമ്മ. ഇനി ചൂടുവെള്ളം കിട്ടാഞ്ഞിട്ട് അവർക്കൊന്നും പറ്റണ്ട, അതും എന്റെ തലയിൽ വരും. മോളെ, എന്നോട് പറഞ്ഞൂടായിരുന്നോ വെള്ളം ചൂടാക്കി കൊടുക്കാൻ? അമ്മ എഴുതാൻ നോക്കിയിരുന്നാ വെള്ളം കുടിക്കാൻ ആളെ വേണ്ടേ? ഒന്ന് പൊടി, ഇവിടെ എന്തൊക്കെ പറയണമെന്ന് പോലും അറിയില്ല. മുന്നമ്മേ കണ്ട് പഠിക്കുന്നതായിരിക്കും. ദേ മോഹനേട്ടൻ. ഇതെവിടെ ഇരുന്നടാ? ഞാൻ ഒരു ആവശ്യത്തിന് പോയതമ്മ. ഏട്ടനെ കാണാതെ ഇവിടെ എല്ലാരും ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. കംപ്ലൈന്റ് കൊടുക്കാൻ പ്രകാശേട്ടനും ഏട്ടത്തിയും സ്റ്റേഷൻ വരെ പോയിരിക്കുക. തിരിച്ചു വരാൻ പറ, ഞാൻ ഇവിടെ വന്നില്ലേ, ഇനി എന്ത് പരാതി? എന്നാ ഞാൻ പ്രകാശേട്ടനെ വിളിച്ചു പറയാം. ഹലോ, ആ പ്രകാശേട്ടാ, മോഹനേട്ടൻ തിരിച്ചു വന്നു. ആ ഇപ്പൊ എത്തിയുള്ളൂ. എന്നാ നിങ്ങൾ തിരിച്ചു വാ. ശരി. അച്ഛൻ ആരോടും പറയാതെ എവിടെ പോയതായിരുന്നു? ഇപ്പൊ കാര്യം പറഞ്ഞ പ്രകാശനും ആവണിയും വരുമ്പോ വീണ്ടും പറയണ്ടേ? അതുകൊണ്ടേ എല്ലാരും വരുമ്പോ വിളിക്ക്, അപ്പൊ പറയാം. എന്തായാലും അച്ഛൻ വന്ന സ്ഥിതിക്ക് അച്ഛമ്മയുടെ ടെൻഷനൊക്കെ മാറിയല്ലോ.
ഓ, വക്കീലിനെ വിളിച്ചിട്ട് എത്ര നാളായി? അതാ എങ്ങനെ വിളിച്ചാൽ കിട്ടണേ? സുധാമണി ഭാര്യയുടെ കസ്റ്റഡിയിലല്ലേ മൊബൈല്? വക്കീലിനെ എന്നാ വിളിച്ച ലാസ്റ്റ്? 15 മിനിറ്റാ? ഇതെപ്പാ? കോൾ റെക്കോർഡിങ്. ആരെയാ വിളിക്കുന്നേ? മോഹൻലെ ആയിരിക്കും. നിങ്ങൾ തിരക്കിട്ട് അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഇവരെ കണ്ട വിവരം മോഹനെ വിളിച്ചു പറയാൻ പോകുന്നതാണ്. ഇത് മോഹൻ അറിയേണ്ട കാര്യമല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? പക്ഷെ ഇതൊക്കെ കണ്ട മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒരു സ്ത്രീ സ്വന്തം ഹസ്ബൻഡ് അറിയാതെ അന്യപുരുഷനെ കൂട്ടി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നാൽ അത് എന്തിനാന്നൊക്കെ എനിക്കും അറിയാൻ സുഖം. എന്തിനാ? അവർക്ക് പറ്റിയ തെറ്റ് ആരും അറിയാതെ ഇല്ലാതാക്കാൻ. അല്ല എന്തിനാ? നിനക്ക് എങ്ങനെയാടി ഞാൻ ഇത്ര സ്നേഹിച്ചിട്ട് നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇത് ഞാനെങ്ങാനും ചെന്ന് അവളോട് ചോദിച്ചാ ഇതും എൻ്റെ തലയിലോട്ട് അവളിടും. ഇവിടെ പോയ ദിവസം എൻ്റെ ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട്. ഏത് ഹോസ്പിറ്റല്, ഏത് ഡോക്ടർ, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പൊക്കുന്നുണ്ട്. ഇതാണോടി നിന്റെ ബെസ്റ്റി? കാണിച്ചേരാടി. മോഹന, എല്ലാരും ഉണ്ടല്ലോ, നന്നായി. ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് വന്ന് കാണണ്ടല്ലോ. മക്കളെ, നിങ്ങൾ താഴ്ത്തോട്ട് ചെല്ലേ, എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേട്ടൻ എവിടെയായിരുന്നു? എന്താ ചേട്ടൻ്റെ പ്രശ്നം? സന്തോഷാടാ, ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് നീ ചോദിച്ചല്ല ഏട്ടൻ എന്താ പ്രശ്നം. സന്തോഷായി. എങ്കിൽ കേട്ടോ, ഞാൻ എൻ്റെ പ്രശ്നം പറയാം. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അത് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എടാ, ഈ വിവരം ഇന്നലെ ആവണി ഇവിടെ പറഞ്ഞു. ആ സന്തോഷം നിന്റെ അടുത്ത് പറയാൻ വന്നപ്പോഴാണ് നിന്നെ കാണാണ്ടായത്. കാണാതായതല്ല അമ്മ, ഞാൻ കുറച്ച് സത്യങ്ങൾ അറിയാൻ വേണ്ടി പോയതാ. വക്കീലേ, നിങ്ങൾ ആവണീനെയും അമ്പിളീനെയും പിന്നെ നിങ്ങളുടെ ഭാര്യനെയും ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു. വക്കീലിനെ നോക്കി കണ്ണുരുട്ടൊന്നും വേണ്ട. വക്കീല് പറഞ്ഞില്ലേലും കള്ളത്തരങ്ങളെല്ലാം ഞാൻ പൊളിക്കും. ഇവരെ 3 പേരെയും വക്കീൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. വക്കീലിനെ വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ വക്കീലിനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഞാൻ വക്കീലിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. വക്കീലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. ഏത് നേരവും വക്കീൽ അവരുടെ കസ്റ്റഡിയിലായിരുന്നു.
ഞാൻ പറയാറില്ലേ, എത്ര നാള് നീയും നിന്റെ കൂട്ടുകാരും തോൽപ്പിച്ചു വെക്കുമെന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ സത്യം പുറത്തു വരും. വക്കീലെന്ന് വിളിച്ച കോൾ എൻ്റെ ഫോണിൽ റെക്കോർഡായിരുന്നു. ഇന്നലെ ഞാനത് കേട്ടത്. നിങ്ങൾ സംസാരിച്ച് മുഴുവൻ ഞാൻ കേട്ടു. മോഹന, നീ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. ആവണ്ണെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്തത്. ഗർഭിണിയാണെന്ന് പറഞ്ഞാ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റുമെന്നുള്ള പേടി കൊണ്ടും പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയാണ് അവർ ആശുപത്രിയിൽ പോയത്. പരീക്ഷ കഴിഞ്ഞ് സമാധാനത്തോടെ അവളിത് നമ്മളോട് പറയാനിരുന്നതാണ്. അമ്മ ഇത്ര പാവമായി പോയല്ലോ അമ്മേ. ഇത്രയും നിഷ്കളങ്കമായ അമ്മയാണ് നിങ്ങൾ ഇത്രയും നാൾ പറ്റിച്ചോണ്ടിരുന്നത്. പറ്റിച്ചോണ്ടിരുന്നാ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? കുഞ്ഞിന്റെ നല്ലതിനു വേണ്ടിയാണ് ഇവര് ഹോസ്പിറ്റലിൽ പോയെന്നാണ് അമ്മയുടെ വിചാരം. പറയടി, കുഞ്ഞിന്റെ നല്ലതിനു വേണ്ടിയാണോ നീ ഇവരും കൂടെ ഹോസ്പിറ്റലിൽ പോയത്? മറുപടി പറയാൻ പാടായിരിക്കും, പറയണ്ട. നിന്റെ ഭർത്താവിന്റെ പേരെന്താടി? എടി, നിന്നോടാ ചോദിച്ചത്. നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? ചേട്ടൻ എന്തൊക്കെയാ ചോദിക്കണേ? ഭർത്താവ് ആരാന്നാ? എന്റെ അറിവിൽ ഇവളുടെ കെട്ടിയവൻ ഞാനാണ്. നോക്കടാ നിന്റെ നന്മപരമായ ഏട്ടത്തിയുടെ മഹത്വം. ഹസ്ബൻഡ് നെയിം ശ്രാവൺ. അതാരാ?